ഇത്ര സുന്ദരമായ ഒരു പൂവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതാണ് നാഗപുഷ്പം. നാഗലോകത്ത് മാത്രമേ ഇത് കാണൂ. ഈ നാഗലോകത്തിന്റെ സീക്രട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനിതെവിടെയാ? എന്താണ് ഇവിടെ നടക്കുന്നത്? ജയ് ബജ്രംഗ് ബലി. എന്റെ സ്കിൻ എന്താ പാമ്പ് പോലെ? ഇതെന്റെ തോന്നലാവാൻ വഴിയില്ല. ഞാനത് അനുഭവിച്ചതാണ് വെച്ച്. ബജ്രംഗ് ബലി സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്റെ സ്കിൻ ശരിക്കും പാമ്പിന്റേത് പോലെ ആയിരുന്നു. എന്താ പ്രശ്നം? പാമ്പുമായി ഉണ്ടായ ആ സംഭവം വീണ്ടും വീണ്ടും കാണും. സ്വപ്നത്തിലും പാമ്പുകളെ കാണുന്നു. ചിലപ്പോൾ തോന്നും കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് പാമ്പുകളോടെന്തോ ബന്ധമുണ്ടായിരുന്നെന്ന്. അങ്ങനെ ആയിരിക്കാമല്ലോ പണ്ഡിറ്റ്ജി. പണ്ഡിറ്റ്ജി, അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുമോ? പേടിക്കണ്ട രാജ്, ആദ്യം ശാന്തനാവും, എന്നിട്ട് ഇവിടെ വന്ന് കിടക്ക. വാ. രാജ്, പലപ്പോഴും നമ്മുടെ മുജ്ജന്മങ്ങളിൽ ചില ആഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും അവശേഷിക്കും. ഈ ജന്മത്തിൽ ഓർമ്മയായി വന്ന് അവ നമ്മളെ വേട്ടയാടും. ഈ ജീവിതം തന്നെ കുഴഞ്ഞു മറിയാൻ അത് മതി. നിന്നെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യും. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാൻ ഞാൻ നോക്കാം. അത് പണ്ഡിറ്റ്ജി. കണ്ണുകൾ അടയ്ക്ക്. ഇനി 100-ൽ നിന്ന് പുറകോട്ട് എണ്ണുക. 100, 99, 98, എണ്ണിക്കൊണ്ട് ദീർഘമായി ശ്വാസമെടുക്കുക. 97. ശരീരം റിലാക്സ് ചെയ്യും. ശ്രദ്ധിച്ചു നോക്ക് മോനെ. നീ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്. എന്നിട്ട് പറ നീ ആരാണെന്നും എവിടെയാണ്. ഇരുട്ട്. എനിക്ക് ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ, വേറൊന്നുമില്ല. സൂക്ഷിച്ചു നോക്കൂ മോനെ, ഒന്നും കാണുന്നില്ലേ? ചിരിക്കുന്ന പെൺകുട്ടി. അകലെ ആരോ മകുടി ഊതുന്നു. ഒരുപാട് ആളുകൾ എനിക്ക് കാണാനാവുന്നില്ല. അവരാരാണ്? ശ്രമിക്കൂ, കാണാൻ ശ്രമിക്കൂ മോനെ. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടിയും. അവർ സന്തോഷത്തിലാണ്. പെൺകുട്ടിയുടെ ഉള്ളംകാരിൽ ഒരു അടയാളം. അടയാളം? അതേപോലെ ഒരെണ്ണം എന്റെ കയ്യിലുമുണ്ട്. ഇതെങ്ങനെ വന്നു? കാണാൻ ശ്രമിക്കൂ. ഇവിടെ ഇതെന്താണ് നടക്കുന്നത് മഹാദേവ? എന്താണിത്? ഇതെന്തെങ്കിലും ദുസ്വപ്നമാണോ? ഇത്ര നാശം എന്താണിതൊക്കെ? എങ്ങനെ സംഭവിക്കുന്നു മഹാദേവ? എങ്ങനെ? നാഗമാതാവേ, ഇത് നമ്മൾ എവിടെയാണ്? ഇതൊക്കെ എന്താണ് നടക്കുന്നത്? നിനക്ക് ഈ സ്ഥലം അറിയില്ലേ? ഇല്ല നാഗമാതാവേ, ഇത് നിന്റെ വീടാണ്, നാഗലോകം. നിന്റെയും
നാഗാർജുന്റെയും വീട്. ഇത് നമ്മുടെ നാഗലോകമോ? നമ്മള് ഇച്ഛാധാരി നാഗനാഗിനികളുടെ സ്വർഗം. ഇത് ചെയ്തതാരാ നാഗമാതാവി? നമ്മുടെ സ്വർഗത്തെ നശിപ്പിച്ചതാരാണ്? പറ എന്നോട്. നീ. നാഗലോകത്തിന്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി നീയാണ്. നീ. ഞാനോ? നാഗമാതാവി, ഈ നാശം ഇതൊക്കെ ഞാൻ എന്റെ നാഗലോകത്തിൽ എന്തിനു ചെയ്യണം? ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്തു നാഗമാതാവി? എങ്ങനെ? കാണാൻ ശ്രമിക്കൂ. ഒരു വലിയ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഒരു ശിവലിംഗം, അതിൽ പാമ്പുകൾ ചുറ്റിക്കിടക്കുന്നു. ആ ക്ഷേത്രത്തിന്റെ അരികിൽ തിളങ്ങുന്ന ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ വെളിച്ചം പറന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ കുറച്ച് ആളുകളുമുണ്ട്. ആരാണവർ? അവരെ കാണാൻ ശ്രമിക്കുക. അവർ ആരാണെന്ന് തിരിച്ചറിയും. ഞങ്ങൾക്ക് മണി മാത്രം മതി, മിണ്ടാതെ അതുങ്ങതാ. നാഗമണി. ഒരുപക്ഷെ ആ കല്ലായിരിക്കും നാഗമണി. നാഗമണി? അവർ ആ നാഗമണിക്ക് വേണ്ടി തമ്മിൽ അടിക്കുകയാണ്. വേദനിക്കുന്നുണ്ടോ? പയ്യൻ വല്ലാത്ത ടെൻഷനിലാണല്ലോ. ഇവനെ ഉടനെ ഉണർത്തണം, അല്ലെങ്കിൽ അവിടെ കുടുങ്ങിപ്പോകും. രാജ്, രാജ്, ജീവിതത്തിലേക്ക് തിരികെ വാ രാജ്. 1, 2, 3. ജീവിതം നിന്നെ തിരികെ വിളിക്കുകയാണ് രാജ്. തിരികെ വാ. വളരെ നന്ന്. ഇനി പതുക്കെ കണ്ണു തുറക്ക്. പണ്ഡിറ്റ്ജി, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ഒരുപാടൊന്നും അറിയാൻ കഴിഞ്ഞില്ല, പക്ഷേ അറിഞ്ഞ വിവരമനുസരിച്ച് ഒരു രഹസ്യമായ നാഗമണിയുണ്ടെന്ന് മനസ്സിലായി. അതുമായി നിനക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ട്. നാഗമണിയോ? അതെ, നാഗമണി. അതെന്താണ്? ഞാൻ ഈ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത്. അതിന് എന്റെ ജീവിതവുമായി എന്ത് ബന്ധമുണ്ടാവും? നാഗമണിയെക്കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതിലെഴുതിയിരിക്കുന്നത്, ശിവഭഗവാൻ നാഗങ്ങളിൽ പ്രസന്നനായി നാഗമണി എന്ന അമൂല്യമായ കല്ല് അവർക്ക് നൽകി. അതിനെ സംരക്ഷിക്കാനുള്ള ചുമതലയും അവരെ ഏൽപ്പിച്ചു. അന്നു മുതൽ നാഗന്മാരും നാഗിനികളും അതിനെ കാത്തു പരിപാലിച്ചു വരുന്നു. അതിനു പകരമായി ആ നാഗമണി അവർക്ക് ശക്തികൾ നൽകുന്നു. പക്ഷേ ആ നാഗമണി ഏതെങ്കിലും സാധാരണ മനുഷ്യന്റെ കയ്യിൽപ്പെട്ടാൽ ആ മനുഷ്യൻ അമരനാകും. പക്ഷേ അതേ നാഗമണി ഒരു ദുഷ്ടന്റെ കയ്യിൽപ്പെട്ടാൽ അത് ഭയങ്കര നാശം വിതയ്ക്കും. എനിക്ക് ഇതുമായി എന്താവും ബന്ധം? രാജ്, അത് ഇനിയും അറിയാനുണ്ട്. ഇനി എന്തിനു കാത്തിരിക്കണം? ഞാൻ കിടക്കാം. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം ഇപ്പോൾ. വീണ്ടും ചെയ്യാം. വേണ്ട രാജ്, ഇപ്പോൾ അത് സാധ്യമല്ല. നിന്റെ മനസ്സ് ശാന്തമല്ല.
കഴിഞ്ഞ ജന്മത്തിൽ നിനക്കുണ്ടായത് വളരെ വേദനാജനകമായിരിക്കാം. അതുകൊണ്ടാണ് ഒരു മിന്നൽ കണ്ടപ്പോൾ തന്നെ നീ പിടഞ്ഞു പോയത്. രാജ്, നിന്നെ പൂർണ്ണമായി സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. നിന്റെ കഴിഞ്ഞ ജന്മത്തിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ കാലെടുത്തു വെക്കണം. ഇതൊരുപാട് ക്ഷമ വേണ്ട കാര്യമാണ്. ധൃതി കാണിച്ചാൽ ഈ ജന്മവും നിനക്ക് നഷ്ടമാക്കും. ഇന്നത്തേക്ക് ഇത്രയും മതി രാജ്. നിന്റെ മനസ്സ് പൂർണ്ണമായി ശാന്തമായാൽ നീ വീണ്ടും വാ. ശരി, ഇപ്പോൾ പൊയ്ക്കോ. നിന്നെ വിശ്വസിച്ചാണ് നാഗലോകത്തിന്റെ വലിയൊരു ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ചത്. നാഗാർജുനെ കണ്ടെത്തി അവനെ കൊന്നവരെ പിടിച്ച് നാഗമണി തിരിച്ചു നേടാൻ. ആ നാഗമണിയാണ് നാഗലോകത്തിന്റെ സന്തുലനം നിലനിർത്തുന്നത്. നാഗമണി ഇല്ലാത്തതിനാൽ നാഗലോകത്തിന്റെ ശക്തികളും നിലനിൽപ്പും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 വർഷവും 11 മാസവുമായി നാഗമണി ഈ നാഗലോകത്തിൽ നിന്ന് കാണാതായിട്ട് ഇനി നിനക്കുള്ളത് 1 മാസം മാത്രം. 30 ദിവസത്തിനുള്ളിൽ നീ നാഗലോകത്തിൽ നാഗമണി പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ ഈ നാഗലോകം ശ്മശാനമായി മാറും. ഈ ലോകത്ത് ഇച്ഛാധാരി നാഗന്മാരുടെയും നാഗിനികളുടെയും ഒരു അടയാളം പോലും അവശേഷിക്കില്ല. ഇല്ല നാഗമാതാവേ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എന്റെ നാഗലോകത്തിന് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ അനുവദിക്കില്ല. ഇത് നിങ്ങളുടെ ശിവാനി നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. മതി, ഇനി വാക്കുകളൊന്നും വേണ്ട. നീ എന്തായാലും ഒരുപാട് സമയം പാഴാക്കി. കാണുന്നില്ലേ നാഗലോകത്തിന്റെ ഈ അവസ്ഥ? ഇതിന് ഉത്തരവാദി നീയാണ്. പക്ഷെ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലോ മാതാവേ. ശ്രമമോ? നീ എന്താണ് ചെയ്തത്? രാജിന്റെ ഓർമ്മ തിരികെ കൊണ്ടുവരാൻ നിനക്കായോ? അവന്റെ കൊലയാളിയെ കണ്ടെത്തിയോ? നാഗമണി എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ? ഇല്ല ശിവാനി, ഇല്ല. ഇതിലൊന്നും ഇതുവരെ നീ ചെയ്തിട്ടില്ല, യാതൊന്നും. ഇപ്പോൾ എന്റെ രാജനെ എനിക്ക് കിട്ടിയല്ലോ നാഗമാതാവേ. ഇനി എല്ലാം ഞാൻ ചെയ്തോളാം. എന്നെ വിശ്വസിക്ക. നിനക്കറിയാമല്ലോ, 21 വർഷം നാഗമണി ആരുടെയെങ്കിലും കയ്യിലിരുന്നാൽ അയാൾ അതിന്റെ അധിപനാകും. ഏകദേശം 21 വർഷമായി നാഗമണി നാഗാർജുന്റെ കൊലയാളികളുടെ കയ്യിലാണ്. ഒരു മനുഷ്യൻ നാഗമണിയുടെ അധിപനായാൽ വിനാശമായിരിക്കും ഫലം. നിനക്കിനി സമയമില്ല ശിവാനി. പോയി സ്വന്തം വീടിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ. ഇനി എല്ലാം നിന്റെ കയ്യിലാണ് ശിവാനി, നിന്റെ കയ്യിൽ. എന്റെ വീടിന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. 30 ദിവസത്തിനകം നാഗലോകത്തേക്ക് നാഗമണി ഞാൻ തിരികെ കൊണ്ടുവന്നിരിക്കും. ഇതെന്റെ ശപഥമാണ്, ഒരു ഇച്ഛാധാരി നാഗിനിയുടെ ശപഥം. ഇന്നിത് 5ാം തവണയാ നന്ദിനിയെ വിളിക്കുന്നേ. പക്ഷെ എപ്പോഴും ഈ പ്രിയയാണ് ഫോൺ എടുക്കുന്നത്. നന്ദിനി, വേർ ആർ യു? ഹലോ രോഹിത് സർ, നന്ദിനി മാഡം ഇതുവരെ എത്തിയിട്ടില്ല. വന്നാൽ ഉടനെ ഞാൻ വിളിക്കാം. ഐ പ്രോമിസ്. ദാറ്റ്സ് നോട്ട് ദ പോയിന്റ്. നന്ദിനി ശരിക്കും എവിടെയാണ്? സർ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാലുടൻ ഐ വിൽ അപ്ഡേറ്റ് യു. ഷുവർ. Damn it. Where are you, നന്ദിനി? എന്താടോ മരുമോനെ? എടാ മരുമോനെ, എന്താടോ തന്റെ ഈ ഹാൻസം ഫേസിൽ ഇത്രയ്ക്കൊരു ടെൻഷൻ കാണുന്നത്? എന്തോ പറ്റിയടോ? നന്ദി, അവൾ എവിടെ പോയെന്ന് അറിയില്ല. ഫോണും എടുത്തിട്ടില്ല. I'm really worried about her. ഇതിനെന്തിനാ വിഷമിക്കുന്നത്? പോയി കാണാമല്ലോ. ഞാൻ പോയേനെ, ബട്ട് എന്റെ കാർ സർവീസിലായി പോയി. രാജിനെയും ഫോണിൽ കിട്ടുന്നില്ല. അവൻ എവിടെയാണോ പോയത്? ഇഡിയറ്റ്. രാജ്യം ഫോൺ എടുക്കുന്നില്ല. പ്രിയപ്പെട്ട മരുമോനെ, ഇനി ചിലപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വല്ലോ. ആണോ? അന്ന് നന്ദിനിയും രാജിനെ കുറിച്ച് ഒരുപാട് ചോദിച്ചറിഞ്ഞിരുന്നു.
ഇനിയും രാജ് അവളെ കൊണ്ടുപോയി ഒറ്റയ്ക്ക് സംസാരിക്കുന്നതായിരിക്കുമോ? ഞാൻ വെറുതെ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ മനസ്സിലായില്ലേ? പറയരുത്. എന്നാൽ പോയി ചോദിക്കേ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ രോഹിത്, നീ ഇവിടെയുള്ളത് നന്നായി. എത്ര നല്ല ആലോചനകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് നോക്ക്. നോക്ക് രോഹിത്, പ്ലീസ്. Mom, please. രോഹിത്, അയ്യോ മയാം, ഇവൻ എന്താ പറ്റിയേ? നീ ഒന്ന് നോക്കിയേ. എത്ര നല്ല നല്ല പെൺകുട്ടികളാ. ഇത് ലോയർ, ഇത് MBA, എന്നിട്ട് മുഖം വീർപ്പിച്ചു പോയി. ഇനി ഞാൻ എവിടുന്ന സ്വർഗസുന്ദരിയെ കൊണ്ടുവരിക? ചേച്ചി, എന്റെ പുന്നാര മരുമകൻ ഒരു ബ്യൂട്ടി ക്വീനിനെ തിരഞ്ഞെടുത്തു. ബ്യൂട്ടി ക്വീനോ? അതെ, ആരാ? ആ തേജേശ്വരന്റെ മോള് നന്ദിനി. നന്ദിനി? ആ, അനിയ, അവൾ നമ്മളെക്കാൾ റിച്ചാണ്, നമ്മളെക്കാൾ ഇൻഫ്ലുവൻഷ്യലും. നന്ദിനിയുടെ ഗുഡ് ലുക്സും രോഹിത്തിന്റെ ഗുഡ് ലുക്സും നല്ല മാച്ച് ആണല്ലേ. ആനന്ദറിഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അനിയ, എന്തൊരു വാർത്തയാ നീ തന്നത്. അടിപൊളി. ഒരു നിഗൂഢമായ നാഗമണിയുണ്ട്. അതുമായി നിനക്ക് ആഴമുള്ള ബന്ധമുണ്ട്. വെള്ളിമൂങ്ങ ഫൂൾപൂരിലോ? ഈ ബഹളം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ബജറംഗ് ബലി, ഈ ശബ്ദം ഒന്ന് നിർത്തിക്കണേ. നിർത്തൂ, എനിക്ക് ഭ്രാന്ത് പിടിക്കൂ. രാജ്, ഈ മൂങ്ങയുടെ ശബ്ദം എനിക്കും സഹിക്കുന്നില്ല. ഏതോ പ്രബലമായ ഒരു ശക്തിയാണ് ഇതിനെ അയച്ചതെന്ന് തോന്നുന്നു. ജയ് ബജറംഗ് ബലി. രാജിന് തന്റെ ശക്തികൾ തിരികെ കിട്ടിത്തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷെ രാജ് ഇപ്പോഴും ഇതിനെ നേരിടാൻ മാത്രം ശക്തനായിട്ടില്ല. ഇപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. രാജ്, നീ ഓക്കെ അല്ലേ? നന്ദിനി മാഡം ശരിക്കും എല്ലാം കണ്ടു കാണുമോ? എന്റെ സ്കിൻ, ആ മൂങ്ങ, എല്ലാം പ്രശ്നമാകും. അയ്യോ നന്ദിനി മാഡം, നിങ്ങളൊന്നും കണ്ടില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് വല്ല പട്ടിയോ പൂച്ചയോ മൂങ്ങയോ എന്തുവേലും കണ്ടോന്ന്. ഇല്ല രാജ്, ഞാൻ അങ്ങനൊന്നും കണ്ടില്ല. നീ ഇവിടെ കിടന്ന് പിടയുന്നത് കണ്ടു. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്.
നീ ഓക്കെ അല്ലേ? ഏയ് വേണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നമ്മുടെ ആ ഡ്രാമയുടെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നേ. കണ്ടോ എത്ര അടിപൊളിയായിരുന്നു എന്റെ ആക്ടിങ് എന്ന്. നിങ്ങളെയും കളിപ്പിച്ചു. നിങ്ങൾ എന്തിനാ ടെൻഷൻ എടുക്കുന്നേ? എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ഫിറ്റ് ആൻഡ് ഫൈനാണ്. പിന്നെ എന്താ ഇപ്പം ഇതുവരെ? എനിക്ക് രോഹിത്തുമായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിലേ വന്നതാ. അടിപൊളി. രോഹിത് സാറിന്റെ ഇവിടെ മീറ്റിംഗ്. പിന്നെന്തിനാ നിൽക്കുന്നേ? ചെല്ലു മാഡം. രോഹിത് സാർ എത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും മാഡത്തിന്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് വൈകി വരുന്നവരെ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് വേഗം പോയിക്കോ. രാജ്, നിന്റെ ചെവിയിൽ നിന്ന് ചോര വരുന്നു. ഒന്നുമില്ല. അതാ ഡ്രാമ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഓറിയലായിരിക്കും. ഞാനിപ്പോ വരാം. എനിക്കറിയാം രാജ്, നീ എന്നോട് കള്ളം പറയുകയാണെന്ന്. നിനക്ക് നിന്റെ ഓർമ്മ പിന്നെ ശക്തികൾ രണ്ടും തിരിച്ചു കിട്ടുകയാണ്. ഈ പ്രക്രിയ നിനക്ക് എളുപ്പമായിരിക്കില്ല. പ്രകൃതി നിന്റെ ശക്തികൾ നിനക്ക് തിരിച്ചു നൽകാൻ ശ്രമിക്കുന്ന ഓരോ തവണയും നിനക്കപ്പോഴേക്ക് ഇതുപോലെ എന്തെങ്കിലും വേദന നേരിടേണ്ടി വരും. പിന്നെ എനിക്ക് ആഗ്രഹിച്ചാലും നിന്നെ സഹായിക്കാൻ കഴിയില്ല.